വെടിക്കെട്ട് അപകടത്തിന്റെ നടുക്കത്തിലാണ് മുണ്ടത്തിക്കോട് നയൻ വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർ കണ്ണൻ. ദുരന്തത്തിന്റെ വ്യാപ്തി തെളിയിക്കുന്നതാണ് നയൻ വിഷനിൽ നിന്ന് പുറത്തുവന്ന CCTV ദൃശ്യം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൻ്റെ ഞെട്ടിക്കുന്ന ഒരു CCTV ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ നടന്ന സ്ഥാപനമാണിത്. കേരള വിഷൻ്റെ നയൻ വിഷൻ എന്നറിയപ്പെടുന്ന പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സ്ഥാപനമാണ്. ഇവിടെയാണ് ആ ഒരു CCTV ദൃശ്യങ്ങൾ ഉണ്ടായത്. കാരണം ഈ ഒരു സ്ഥാപനത്തിലാണ് ആ ഒരു നടുക്കത്തിൻ്റെ ഞെട്ടിക്കുന്ന വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ആ സ്ഥാപനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ്, ഈ ഒരു ഗ്ലാസ് ഫ്രെയിമുകളടക്കം കുലുങ്ങി വീഴുന്നുണ്ട്. ഇവിടെ ചെറിയ ക്ഷതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. കാരണം ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ഗ്ലാസ് ഭാഗത്തേക്ക് നല്ല ഷെയ്ക്കിങ് വന്ന് ഈ വസ്തുക്കളെല്ലാം തന്നെ താഴേക്ക് പതിക്കുന്നതും ആ CCTV വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഭാഗത്തും അത്തരത്തിൽ ചെറിയ വിള്ളലുകളും ക്ഷതമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വിഷ്വൽസാണ് നമ്മൾ കണ്ടത്. എന്തായാലും സ്ഥാപനത്തിൻ്റെ ഓപ്പറേറ്റർ കൂടി നമ്മോടൊപ്പമുണ്ട്. കണ്ണൻ എന്ന് പറയുന്ന ഗോപി ആണ് നമ്മോടൊപ്പം ഉള്ളത്. ആ ഒരു സമയത്ത് എന്താണ് തോന്നിയത്? അത് ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. പെട്ടെന്നൊരു കോള് വന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര ഉഗ്രസ്ഫോടനം. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഭൂമിക്കുലുക്കാന്ന് വിചാരിച്ച്. ഇവിടെ പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ ചെറിയ ഷെയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ദശമംഗല അവിടെ നിന്നുള്ള ഭാഗത്തു നിന്നുള്ള ആ ഷെയ്ക്കൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. അതാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്ന് ഇത് ചിന്തിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇറങ്ങിയൊന്നും നോക്കാം. അപ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ വന്ന് ഇവിടെ കാലിൻ്റെ ഇടയിലൊക്കെ വന്ന്, അപ്പോൾ ഞാൻ പുറത്തേക്ക് ഓടി. ഈ പ്രദേശം മുഴുവൻ ഷട്ടറുകളൊക്കെ കുലുങ്ങണു. ഇവിടെ ആകെ പൊടിയും ഇതും കാര്യങ്ങളായിരുന്നു. പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും അകത്തേക്ക് ഒന്ന് കയറാൻ നോക്കുമ്പോഴേക്കും അടുത്തത് ഭയങ്കര ബ്ലാസ്റ്റായി. അപ്പോൾ മനസ്സിലായി അവിടെ വെടിക്കെട്ട് വരെയുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു 100-300 മീറ്ററിലുള്ളൂ ഇവിടുന്ന്. പിന്നെ ഒരു രക്ഷയില്ല, ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന സുഹൃത്തിൻ്റെയും കൂടിയാണ് ഈ സ്ഥാപനം, ഈ വെടിക്കെട്ട് ശാല അത്ര. അപ്പോൾ വേഗം ഓടി വണ്ടി എടുത്ത് പോയി അവിടേക്ക്. അപ്പോഴും പൂട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇത്തരം ഒരു അപകടമാകുമെന്ന് ചിന്തിച്ചിരുന്നു? ഇല്ല. കാരണം കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കൊരു സാമ്പിൾ പൊട്ടിക്കാറുണ്ട് സാധാരണ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച അങ്ങനെ വല്ലതാവോ, പക്ഷെ അതല്ല. പിന്നെ അവിടെ നിന്ന് ഒച്ചയോടും പുകയും ആ പരിസരം ഇവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അവരൊക്കെ ഗ്ലാസ്സൊക്കെ മൊത്തം തകർന്നു. അടഞ്ഞു കിടക്കുന്നതൊക്കെ ഫുൾ തകർന്നു. റിക്കവറിക്ക് സമയം എടുത്തു കാണും അല്ലേ? റിക്കവറിക്ക് ഭയങ്കരമായിട്ട് സമയമെടുത്തു. എന്താണ് ഉണ്ടാവുക, ഇനിയിപ്പോൾ അത് കത്തണത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് അടുക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നും കാണുന്ന ആൾക്കാർ, വെടിക്കെട്ടുകാർ താമസിച്ചിരുന്ന ഷട്ടറാണത്, തൊട്ട ആ ഷട്ടർ. അതിൽ നമ്മൾ വൈകിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ വൈകുന്നേരം ഒരു പണി കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് പരിചയപ്പെടുന്ന മുഖങ്ങൾ. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരൊക്കെ ഉണ്ടോ? പെട്ട് 2-3 ആൾക്കാരുടെ ഫോട്ടോസ് കണ്ടപ്പോൾ അവരൊക്കെ ഞാൻ ഇതിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. വലിയ ഞെട്ടിക്കുന്ന ഒരു അനുഭവമായി മാറി. തീർച്ചയായും ഇത് ഈ പ്രദേശത്ത് ആദ്യത്തെ ഒരു അനുഭവമാണ്. കാരണം ഇത് 10-15 കൊല്ലം തൊട്ട് ഇന്നവരുടെ ഒരു അപകടമോ ഒന്നും ഇല്ലാത്തൊരു ഇതാണ്. നാട്ടുകാർക്കും വലിയ ദോഷമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഇതായിരുന്നു. കേബിൾ ഓപ്പറേറ്റർ കൂടിയാണ്. അപ്പം ഈ സതീശനെ പോലുള്ള ആൾക്കാരെ അത്രമേൽ സുപരിചിതമായിരിക്കുമല്ലോ. പിന്നെ തീർച്ചയായും സതീഷ് കസ്റ്റമർ മാത്രമല്ല, സതീഷ് നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ദുഃഖം തന്നെയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു കടമുറിയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു കടമുറിയിലാണ് തൊഴിലാളികളൊക്കെ താമസിച്ചിരുന്നത്. അവരുടെ വിശ്രമവേളകളൊക്കെ ഇവിടെയായിരുന്നു. അപ്പം ഇവരെ കണ്ടുപരിചയവും മുഖപരിചയവും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരമൊരു വലിയ നടുക്കത്തിലായിരുന്നു ഈ സ്ഥാപന ഉടമയും ഒപ്പം തന്നെ നാട്ടുകാരും ഉള്ളത്. ഇനി ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. മുണ്ടത്തിക്കോട് നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.